വലൈക്കും വറഹ്മത്തുള്ളാഹി. എനിക്കോട് ചോദിക്കാനുള്ളത് ഇവിടുത്തെ വിഷയത്തിനോട് ബന്ധപ്പെട്ടല്ല. നബിനെ സൃഷ്ടിച്ചത് 100 കൊണ്ടാണ് എന്നുള്ളൊരു വാദം സുന്നികളിലുണ്ട്. അപ്പൊ നെതലുണ്ടാവുമോ നെതലില്ലേ എന്നൊക്കെ തർക്കങ്ങളുണ്ട്. അതിനൊന്ന് വിശദീകരിച്ചാൽ തർക്കമില്ല. ഹദീസും ഖുർആനും വെച്ചൊന്ന് വിശദീകരിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൃഷ്ടിക്കപ്പെട്ടത് 100 കൊണ്ടാണോ എന്നാണ് അദ്ദേഹത്തിന്റെ സംശയം. അതിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് നിഴൽവാദങ്ങളെല്ലാം. അപ്പൊ അതിന്റെ വിശദീകരണമാണ് ആവശ്യപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് ഫൈസൽ മൗലവി അത് വിശദീകരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. ഇവിടെ ഉന്നയിക്കപ്പെട്ട വിഷയം നൂറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടിച്ചത് പ്രകാശം കൊണ്ടാണ് എന്ന് പറയപ്പെടാറുണ്ട്. അത് ശരിയാണോ? അങ്ങനെ പ്രകാശം കൊണ്ടാണെങ്കിൽ അത് നിഴലുണ്ടാകുമോ ഇല്ല എന്ന് ചർച്ചയുണ്ട്. അതുകൊണ്ട് എന്താണ് ഇതിന്റെ വസ്തുത എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഏതൊരു വിഷയവും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരേണ്ടത് അള്ളാഹുവാണ്, അള്ളാഹുവിന്റെ റസൂലാണ്. അള്ളാഹു തആലയും അവന്റെ റസൂലും പ്രവാചകരുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം സവിശേഷതകൾ പഠിപ്പിച്ചുവോ അതെല്ലാം നമ്മൾ വിശ്വസിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമാകുന്നു. മുജാഹിദിനിരിക്കും നമ്മൾ ആണ്ട് പറയുമ്പോഴേ ശബ്ദം ഉണ്ടാവുള്ളൂ. രണ്ട് കൈയും കുട്ടിയെ ശബ്ദം ഉണ്ടാകാം. നിങ്ങൾ ഇരുന്നോളി. മുജാഹിദിനിരിക്കുക, എല്ലാ മുജാഹിദിരിക്കുക. എന്താ നമ്മൾ എല്ലാ സ്ഥലത്തും ഇത് പരിചയമുള്ളതല്ലേ? എല്ലാ മുജാഹിദിരിക്കുക. ഈ പരിപാടി ആൾ കേൾക്കാൻ വെച്ചതാ. ഇത് വെറുതെ അങ്ങോട്ട് എന്താ പറയണത്? ഇവിടെ ആർക്കും പ്രശ്നം. ഓരോ 5-6 ആക്കേ കുഴപ്പമുള്ളൂ, വേറെ ആർക്കും കുഴപ്പമില്ല. ഈ നാട്ടുകാർ മുഴുവൻ നിന്ന് കേൾക്കേണ്ട ഞങ്ങൾ. അതുകൊണ്ട് എല്ലാ മുജാഹിദിനിരിക്കുക. സുന്നാൾ കൂക്കിക്കോട്ടെ, ഒരു കൂക്കിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മൾ അതാ പ്രതീക്ഷിച്ചത്. ഒരു കൂക്കിക്കോട്ടെ. മുജാഹിദികളൊക്കെ ഇരുന്നോളി. അല്ലാത്തൊരു കൂക്കെ ഒച്ചുണ്ടാക്കി എന്ത് ചെയ്താലും കുഴപ്പമില്ല. അത് സന്തോഷമേ ഉള്ളൂ. ശരി, അള്ളാന്റെ ദീനിന്റെ സദസ്സാണ്, ഇൽമിന്റെ സദസ്സാണ്. അവിടെ കൂക്കിയ എന്താണൊക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാലോ. അതിനനുസരിച്ച് അവനാനെ പരലോകം വെച്ച് ആലോചിച്ചാൽ മതി. ഇവിടെ നബിപ്രകാശമാണ് വിഷയം പറഞ്ഞത്. ഞാൻ പറഞ്ഞ അള്ളാഹു തആല അള്ളാന്റെ റസൂലിനെ കുറിച്ച് എന്തെല്ലാം സവിശേഷത പഠിപ്പിച്ചുവോ, ആ റസൂലിനെ കുറിച്ച് എന്തെല്ലാം സവിശേഷത പഠിപ്പിച്ചുവോ അതെല്ലാം നമ്മൾ വിശ്വസിക്കേണ്ടതാണ്. ധാരാളം സവിശേഷത ഖുർആനും ഹദീസിലും പ്രവാചകനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിലൊന്നും ഇല്ലാത്ത പിൽക്കാലത്ത് സൂഫികളായ ആളുകൾ വ്യാജമായി ഉണ്ടാക്കി പ്രചരിപ്പിച്ച ഒരുപാട് കഥകളുണ്ട്. അതിൽപ്പെട്ട ഒരു കഥ മാത്രമാണ് നബിപ്രകാശം എന്ന കഥ. അല്ലാതെ അള്ളാഹുവിന്റെ റസൂൽ നൂറാണ് എന്നോ പ്രകാശമാണ് എന്നോ ആ ഒരു അർത്ഥത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അള്ളാഹു തആല അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന ആദർശത്തെക്കുറിച്ച് പ്രകാശം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആനെ കുറിച്ച് പ്രകാശം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആനെ പറ്റി അള്ളാഹു തആല പ്രകാശം എന്നാണ് പരിചയപ്പെടുത്തുന്നത്. അതെന്താണ്? സത്യത്തിലേക്ക് വെളിച്ചം നൽകുന്നു എന്ന അർത്ഥത്തിലാണ്. അല്ലാതെ നമ്മുടെ നാട്ടിൽ സാധാരണ പറയപ്പെടുന്നത് പോലെ നബിയുടെ പ്രകാശം ആദ്യം ഉണ്ടാക്കി, പിന്നെ ആ പ്രകാശത്തിനാണ് ബാക്കിയെല്ലാം ഉണ്ടാക്കിയത് എന്ന തരത്തിലുള്ള ചർച്ചകൾ അത് ശരിയല്ല. അതിന് പ്രമാണങ്ങളുടെ പിൻബലമില്ല. അത് മൗലിദ് കിതാബുകളിലാണ് സ്ഥാനം പിടിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് മൗലിദ് കിതാബിൽ വന്നിട്ടുള്ളത്. ഉദാഹരണമായി ജായ മുഹമ്മദ് മൗലിദ് പറയാം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവ്വലു മാ ഖലഖല്ലാഹു മിൻ അശ്യാഇ കുല്ലിഹാ അൽ ഖലം. അള്ളാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് കലമാണ്, പേനയാണ്. ഖലഖഹു മിൻ നൂർ. ആ പേനയെ പടച്ചതോ പ്രകാശത്തിൽ നിന്നാണ്. ഏത്? നബിയുടെ പ്രകാശം. ഖബ്ല യഖ്ലുഖൽ ഖൽഖ, സൃഷ്ടികളെ മുഴുവൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എന്നാ പ്രകാശം പറയുന്നു. അടുത്ത പേജിൽ പറയാം അവ്വലു മാ ഖലഖല്ലാഹു തആല നൂരി. അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് എന്റെ പ്രകാശമാകുന്നു എന്ന് നബിതങ്ങൾ പറഞ്ഞു എന്നാണ് അതിലുള്ളത്. ഇല്ല, നബിതങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ സ്വഹീഹായി എവിടെയും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ട് അതുമാത്രമല്ല, ശേഷം പറയാം ഫൈന്നഹു സജദ ലില്ലാഹി സിനീന. ആ പ്രകാശം ധാരാളം വർഷങ്ങൾ അല്ലാഹു തആലക്ക് സുജൂദ് ചെയ്തു. വഖാല അല്ലാഹു തആല, എന്ന് അല്ലാഹു തആല പറഞ്ഞു, യാ നൂറ ഹബീബി, എന്റെ ഹബീബിന്റെ പ്രകാശമേ, വഖാസത അബ്ദി ഖലഖ്തു സബ്അത അബ്ഹുൻ അലാ മഹബ്ബതിക, എന്റെ ഹബീബിന്റെ പ്രകാശമേ, നിന്നോടുള്ള സ്നേഹം കാരണം ഞാൻ 7 സമുദ്രങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. എന്നിട്ട് ആ 7 സമുദ്രം ഏതാന്നും പറഞ്ഞു. എന്നിട്ട് എന്നോട് അല്ലാഹു പറഞ്ഞു, വഖദ് അമറല്ലാഹു സുബ്ഹാനഹു വ തആല അൻ അകൂന ഫീ കുല്ലി മിൻഹാ 10,000 സന. ആ 7 കടലുകളിലും 10,000 കൊല്ലം വീതം കിടക്കാൻ അള്ളാഹു എന്റെ പ്രകാശത്തോട് ആവശ്യപ്പെട്ടു. സഹോദരങ്ങളെ, മൗലിദ് കിതാബിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സാധന ഇതൊക്കെ.
അള്ളാഹു നബിന്റെ പ്രകാശമാദ്യം ഉണ്ടാക്കിയെന്നും ആ പ്രകാശത്തിന് വേണ്ടി ആ പ്രകാശത്തോട് സ്നേഹത്തിന്റെ പേരിൽ 7 കടലുകൾ സൃഷ്ടിച്ചുവെന്നും ആ ഓരോ കടലിലും 10,000 കൊല്ലം വീതം കിടക്കാൻ റബ്ബ് എന്റെ പ്രകാശത്തോട് ആവശ്യപ്പെട്ടു. അങ്ങനെ കിടന്നു. പിന്നീട് പൂർത്തിയായപ്പോൾ അമറല്ലാഹു യതഹറക, അള്ളാഹു ആ പ്രകാശത്തോട് ഒന്ന് ഇളകാൻ പറഞ്ഞു. ഫതഹറക, അപ്പോൾ ഒന്ന് ഇളകിയപ്പോൾ വഖഅത മിൻഹു ഖത്റാത്തുൻ, ആ പ്രകാശത്തിൽ നിന്ന് ചില തുള്ളികൾ ഉറ്റി വീണു. നബി പറഞ്ഞു എന്നിട്ടായി പറയണത്. നിങ്ങൾ അയച്ചു അള്ളാഹു റസൂലിന്റെ പേരിൽ ഈ കളവ് പറയാൻ പാടില്ല. നമ്മള് അള്ളാഹ് പറഞ്ഞു, നബി പറഞ്ഞു, ഇത് രണ്ടും ആവർത്തിച്ചു വരുന്നത്. ആ പ്രകാശത്തോടൊന്ന് ഇളകാൻ പറഞ്ഞു. അങ്ങനെ ഇളകിയപ്പോൾ അതിൽ നിന്ന് ചില തുള്ളികൾ ഉറ്റി വീണു. ഫഖലഖല്ലാഹു മിൻഹാ അന്നബിയ്യീന, ആ വെളിച്ചത്തിൽ നിന്നാണ് എല്ലാ അമ്പിയാക്കളെയും പടച്ചത്. മാത്രമല്ല മിൻഹാ 313 ഖത്രത്തൻ മിൻ ഫൗഖി റസിഹി, അതിൽ 313 തുള്ളി ഉറ്റിയത് പ്രകാശത്തിന്റെ തലയിൽ നിന്നാണ്. പ്രകാശത്തിന്റെ തലയുടെ മുകളിൽ നിന്ന് 313 തുള്ളി ഉറ്റി. അങ്ങനെ ഉറ്റിയ ആ തുള്ളിയിൽ നിന്നാണ് ഫഖലഖ മിൻഹൽ മുർസലീൻ, മുർസലീങ്ങളെ പടച്ചത് തലയിൽ നിന്ന് ഉറ്റിയ വെള്ളത്തിൽ നിന്ന്, ആ തുള്ളിയിൽ നിന്നാണ്. പിന്നെയോ സുമ്മൽ തറബ സാനിയ, രണ്ടാമതും ഒന്ന് ഇളകി. വഖഅത മിൻഹു ഖത്റാത്തുൻ മിൻ നൂരിൻ, അതിൽ നിന്നും കുറെ പ്രകാശത്തുള്ളികൾ ഉറ്റി വീണു. ലാ യഅലമുഹു ഇല്ലല്ലാഹ്, അത് എത്രയാണെന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഫഖലഖല്ലാഹു തആല, അതിൽ നിന്ന് അല്ലാഹു തആല പഠിച്ചു. മിൻഹാ റൂഹ ഉമ്മത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെ മുഴുവൻ റൂഹിനെയും ആ പ്രകാശത്തിന് ഉറ്റിയ ആ പ്രകാശത്തുള്ളിയിൽ നിന്നാണ് പഠിച്ചത്. മുഹമ്മദ് നബിന്റെ ഉമ്മത്തുകളുടെ എല്ലാവരുടെയും റൂഹ് പഠിച്ചത് ആ പ്രകാശത്തുള്ളിയിൽ നിന്നാണ്. സുമ്മ ഖലഖല്ലാഹു അർബഅത അശ്യാഅ മിൻഹാ, പിന്നെ ആ വെളിച്ചത്തിന് 4 വസ്തുക്കൾ അല്ലാഹു പഠിച്ചു. അതായത് അത്തുറാബ് വൽ മാഉ വന്നാറു വൽരീഹ്, കാറ്റ്, തീയ്, മണ്ണ്, വെള്ളം. ഈ 4 എണ്ണത്തിനെ പിന്നെ ആ തുള്ളിയിൽ ഉറ്റിയ പ്രകാശത്തുള്ളിയിൽ നിന്ന് പഠിച്ചു. എന്നിട്ടോ അള്ളത് പഠിച്ചതിന് ശേഷം അല്ലാഹു തആല പറഞ്ഞു. അല്ലാഹു തആല പറഞ്ഞു ലിനൂരി, എന്റെ പ്രകാശത്തോട് എന്ത് പറഞ്ഞു? അനിഖ്തർ അഹദൻ മിൻഹാ ഫയകൂനു റിസാലതുക ഫീഹി, ഈ 4ൽ ഏതെങ്കിലും ഒന്ന് നീ തെരഞ്ഞെടുത്തോ, അതിലേക്കാണ് താങ്കൾ റസൂലായി പോവുക. മണ്ണ് വേണോ, തീയ് വേണോ, വെള്ളം വേണോ, കാറ്റ് വേണോ, ഈ 4ൽ ഒന്നെടുത്തോ, അതിലായിരിക്കും താങ്കളുടെ പ്രവാചകത്വം ഉണ്ടാവുക. അങ്ങനെ എന്റെ വെളിച്ചം പോയി തരയാൻ വേണ്ടി ഫലമ്മാ റആ നൂരി ഫീഹാ, അങ്ങനെ എന്റെ പ്രകാശം ചെന്നു. അങ്ങനെ നോക്കുമ്പോ അവിടെ ഉള്ളതെന്താ? ഫകാനിൽ കിബറു വൽ ഹസദ് വൽ ബുഗ്ദു വഖസായിലുൽ ലമീമത്തി ഫിൽ മാ, വെള്ളം, തീ, വന്നാരി വരീഹി, വെള്ളം, തീയ്, കാറ്റ്. ഇതിന് കിബർ, അസൂയ, പൊങ്ങച്ചം, വിദ്വേഷം, മോശമായ എല്ലാ സ്വഭാവങ്ങളും വെള്ളത്തിനുണ്ട്, അതേപോലെ തീയിനുണ്ട്, കാറ്റിനുണ്ട്. അപ്പൊ എന്റെ പ്രകാശം അതൊന്നും തെരഞ്ഞെടുത്തില്ല. അങ്ങനെ വറഅത്തുറാബ, മണ്ണിനെ കണ്ടു എന്റെ പ്രകാശം. മുതവാദിഅൻ മുതസാബിറൻ മിസ്കീനൻ ഹസീന, മണ്ണിനെ ക്ഷമിച്ച് ഒരു മിസ്കീനായി, സാധുവായി, ഹസീനായി, നിരാശപ്പെട്ട്, മുതവാദിഅൻ വിനയാന്വിതനായി മണ്ണിങ്ങനെ കിടക്കുക. അങ്ങനെ എന്റെ പ്രകാശം ആ മണ്ണിനെ തെരഞ്ഞെടുത്തു. അങ്ങനെയാണ് മണ്ണിലേക്ക് ആ നബി റസൂലായി വരുന്നത് എന്നാണ് ജഅല മുഹമ്മദ് മൗലിദ് പഠിപ്പിച്ചത്. ഇങ്ങനെ വ്യത്യസ്ത മൗലിദുകളിൽ ആദം നബിയെ പടക്കുന്ന 2000 കൊല്ലം മുമ്പ് ആ പ്രകാശം പടച്ചു വന്നിട്ടുണ്ട്. ഇത് പ്രകാരം 70,000 കൊല്ലം എന്നുണ്ട്. ഇനി മഹ്മൂദ് മാലയിലോ നല്ലേ നബി ആദം തമ്മെ പടക്കും മുൻ 100,000 ആണ്ട് മുമ്പേ പടച്ചോവർ, ആദം നബിയെ സൃഷ്ടിക്കുന്നതിന്റെ 100,000 കൊല്ലം മുമ്പ് ആ പ്രകാശം പടച്ചു. 1,00,000 കൊല്ലം മുമ്പ് പടച്ചു എന്നാണ്. സലന്ദീപ മൗലൂദിലാണെങ്കിൽ 4,00,000-40,00,000 കൊല്ലം മുമ്പ് പടച്ചു എന്നാണ് ഉള്ളത്. അപ്പൊ ഇതൊന്നും അള്ളാഹു തആല പറഞ്ഞതല്ല, അള്ളാഹു റസൂൽ പറഞ്ഞു. ഇതൊക്കെ ഉണ്ടെന്ന് നബി പറഞ്ഞാലോ നമുക്ക് സ്വീകരിക്കാം. ഇതൊക്കെ ഉണ്ടെന്ന് നബി പറഞ്ഞെന്നാൽ പിന്നെ അതെങ്ങനെ ഉണ്ടാകാം, അത് ബുദ്ധിക്ക് യോജിക്കോ, അത് ശരിയാണോ, ആ ചോദ്യം നമുക്കില്ല. അള്ളാഹു റസൂൽ പറഞ്ഞാൽ സ്വീകരിക്കാം. പക്ഷെ അള്ളാഹുവോ അള്ളാഹുവിന്റെ റസൂലോ അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് ഉള്ളതല്ല, ശരിയല്ല എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. ശരി.